ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുക. വിശ്വാസത്തിന്റെ അടിത്തൂണായിട്ട് നിൽക്കേണ്ടത് എന്താണ്? വിശ്വാസ പ്രയോഗ വഴിയിൽ എങ്ങനെയാണ് പുരോഗമിക്കാൻ കഴിയുക? മിസ്റ്റർ പൗലോസ് കൊറിന്ത്യർ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയണം. പ്രാർത്ഥനയും ധ്യാനവും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ പുരോഗമിക്കുമ്പോഴും വിശ്വാസത്തിൽ നാം വീണു പോകുന്നുണ്ടോ? നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെയും അപരിധത്തിലുള്ള ക്രിസ്തുവിനെയും തിരിച്ചറിഞ്ഞ് ജീവിത പ്രയോഗ വഴിയെ വിശ്വാസത്തിൻ്റെതാക്കി മാറ്റാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന് നാം പരിശോധിക്കണം. വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും ഓർമ്മ ആചരിക്കുമ്പോൾ ആ ഓർമ്മകൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഇപ്രകാരമുള്ള ഒരു പരിശോധനയിലേക്കാണ്. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും അനുതാപത്തിന്റെയും തീഷ്ണതയുടെയും രണ്ട് മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ അടിത്തൂണായി നിലകൊള്ളേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. സഭയുടെ രണ്ട് മഹാസ്തംഭങ്ങളായി വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും പറയുമ്പോൾ ജീവിത വഴിയിൽ അവർ പ്രകാശിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിശ്വാസ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, നാം എങ്ങനെയാണ് അവയോട് പ്രതികരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. നാം ഓരോരുത്തരും ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസം പ്രഘോഷിക്കാനും നമുക്ക് കടപ്പാടുണ്ട്. വിശ്വാസ ജീവിതം ഒരു പ്രഘോഷണമാണ്. ആ പ്രഘോഷണം രണ്ട് തരത്തിലാണ്. ഒന്ന്, സഭയ്ക്കകത്ത് ഒരു പുനർസുവിശേഷവൽക്കരണം, ഒപ്പം ലോക സുവിശേഷവൽക്കരണം. സഭയ്ക്കകത്ത് സുവിശേഷവൽക്കരണം നാം നടത്തുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് അനുതാപത്തിന്റെ ശുശ്രൂഷയാണ്. അതേസമയം തന്നെ ലോകസമക്ഷം ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ തീഷ്ണതയാണ് അവിടെ പ്രധാന ഘടകമായി മാറേണ്ടത്. ഈ രണ്ട് ലക്ഷണങ്ങൾ നമ്മുടെ ജീവിത പരിസരങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ എങ്ങനെയാണ് നമ്മൾ പുരോഗമിക്കുന്നത്, എന്താണ് നമ്മുടെ പ്രഘോഷണത്തിലെ വൈകല്യങ്ങൾ, എവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നത്, ആനുകാലിക ലോകത്ത് നാം എപ്രകാരമാണ് വിശ്വാസത്തിന്റെ വെളിച്ചമായി പ്രകാശിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വിശുദ്ധ പത്രോസ് ഒരു സാധാരണ മുക്കുവനായിരുന്നു. പൗലോസാകട്ടെ ഗമാലിയലിന്റെ കീഴിലിരുന്ന് നിയമം അഭ്യസിച്ച ഫരിസേയനാണ്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നാം അവിടെ തിരിച്ചറിയണം. പത്രോസിനെ വിളിക്കുന്നതും പൗലോസിനെ വിളിക്കുന്നതും രണ്ട് രീതിയിലാണ്. പത്രോസിനെ തൻ്റെ വചനം കൊണ്ടും അടയാളം കൊണ്ടും ക്രിസ്തു സ്നേഹപൂർവ്വം ക്ഷണിക്കുമ്പോൾ മിസ്റ്റർ പൗലോസിനെ വിളിക്കുന്നത് ഒരടി കൊടുത്തിട്ടാണ്. അറിവുള്ളവരോട് പറയേണ്ട ഭാഷ കൊണ്ടറിയുക എന്നതാണെന്ന് അതിലൂടെ വെളിപ്പെടുന്നുണ്ട്. അറിവില്ലാത്തവനോട് പറയുമ്പോൾ കേട്ടറിവ് മതി, അറിവുള്ളവനോടാകുമ്പോൾ കേട്ടറിവ് ഫലിക്കുകയില്ല. അവിടെ കൊണ്ടറിവാണ് പ്രധാനപ്പെട്ടത്. വിശുദ്ധ പത്രോസിന്റെ ജീവിതം ആകെ പരിശോധിക്കുമ്പോൾ ദൈവിക പ്രചോദനങ്ങളും മാനുഷികതയുടെ പ്രലോഭനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് തുടക്കം മുതലേ കാണാൻ കഴിയും. നമ്മിലും വിശ്വാസത്തിന്റെ ജീവിതം നേരിടുന്ന രണ്ട് മുഖങ്ങൾ ഇതാണ്. ഒന്ന് ദൈവിക പ്രചോദനങ്ങളാണ്, ഒപ്പം അതിനെ നേരിടുന്ന മാനുഷിക പ്രലോഭനങ്ങളാണ്. എന്ത് നിലപാടാണ് ഈ പ്രലോഭനങ്ങളിൽ വീണു പോകുമ്പോൾ, ദൈവിക പ്രചോദനങ്ങൾക്കെതിരായി പോകുമ്പോൾ നാം കൈക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വിശുദ്ധ പത്രോസിന്റെ അനുതാപപൂർണമായ വിശ്വാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അതുവഴി പ്രഘോഷണത്തിൽ അനുതാപപൂർണമായ ജീവിതത്തിന്റെ ഒരു വഴി തുറക്കാനുമാവും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 18 മുതൽ 20 വരെയും വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയും തിരുവചനങ്ങളിൽ യേശു കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ യോഹന്നാനെയും പത്രോസിനെയും കാണുന്നു. അവരെ വിളിക്കുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിനകത്ത് മനുഷ്യരെ പിടിക്കുന്നവരാകാൻ അല്ലെങ്കിൽ ദൈവരാജ്യ പ്രഘോഷകരാകാൻ നമുക്കൊരു വിളിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ പത്രോസും യോഹന്നാനും ക്രിസ്തുവിന്റെ വിളി കേട്ട് അവനെ അനുഗമിക്കുന്നു, ക്രിസ്തുവിന്റെ ശിഷ്യരായി മാറുന്നു. ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുന്ന ദൗത്യത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ സാധാരണ ജീവിതത്തിനകത്ത് നിന്ന് ദൈവം ഇങ്ങനൊരു പ്രചോദനം നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ മനസ്സുള്ളവരാണോ എന്ന് പരിശോധിക്കണം. നാം എപ്പോഴും നമ്മുടെ സാധാരണ ജീവിതത്തെ തൃപ്തിപ്പെടുത്താനും കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ ഇല്ലാണ്ടാകാനും വേണ്ടിയാണ് വിശ്വാസത്തെ പിൻചൊല്ലുന്നത്. ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവായി തിരിച്ചറിയാനും ക്രിസ്തുവിന്റെ മാർഗത്തിൽ പുരോഗമിക്കാനും നാം എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കണം. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണെന്നും ശിഷ്യത്വത്തിലാണെന്നും എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുമെന്നും ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും
നമ്മുടെ ജീവിതം ഇന്നത്തെ നിലയിലായിരിക്കില്ല. ഈ ലോകത്തെ സാധ്യതകളെ തേടുന്ന, ആകുലപ്പെടുന്ന, എപ്പോഴും സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന, ജീവിത സുഖഭോഗങ്ങൾക്ക് വേണ്ടി തത്രപ്പെടുന്ന ഒരു മനോഭാവത്തോടെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയുക? അധ്വാനം മുഖേന സ്വന്തം ജീവിതത്തിന് ഉപജീവനം കണ്ടെത്തുന്ന രണ്ടുപേർ ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ പിൻചൊല്ലുമ്പോൾ സകലതും കൈവിടുന്നുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പ്രയോഗ വഴിയിൽ നാം ഒരിടത്ത് പോലും നമ്മുടെ ജീവിതത്തിന്റെ സുഭഗതയെ നഷ്ടപ്പെടുത്തി ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ എന്നാണ് നാം വിളിക്കപ്പെടുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് നേരിടാൻ നാം തയ്യാറല്ല എന്ന കാര്യം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു വലിയ പിഴവ്, ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാകുന്ന ഒരു വലിയ പിഴവ്, നാം എപ്പോഴും നമ്മുടെ ജീവിതത്തെ പരമപ്രധാനമായി കാണുകയും ക്രിസ്തുവിൽ എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടതാണെന്ന ബോധം നഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യുകയാണ് എന്ന പരമാർത്ഥം തിരിച്ചറിയാതിരുന്നുകൂടാ. വിശുദ്ധ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന രംഗം കുറെ കൂടി വ്യക്തമായി കാണുന്നത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ തിരുവചനങ്ങളിലാണ്. യേശു ഗലീല കടൽത്തീരത്തെത്തുമ്പോൾ അവിടെ ജനക്കൂട്ടമുണ്ട്. അവർ യേശുവിന്റെ വചനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു അവിടെ കണ്ട ഒരു വള്ളത്തിൽ കയറുകയാണ്. 2 വള്ളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അധ്വാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ 2 വള്ളങ്ങൾ. അവയിൽ ഒന്നിൽ യേശു കയറുന്നു. അത് ശിമയോന്റെ വള്ളമാണ്. അതിൽ കയറിയിരുന്നിട്ട് വള്ളം ഒന്ന് പുറകിലേക്ക് നീക്കാൻ പറയുന്നു. അങ്ങനെ പുറകിലേക്ക് നീക്കി യേശു ജനസമൂഹത്തോട് സംസാരിക്കുന്നു. അവൻ വലിയ പ്രബോധനങ്ങളാണ് നടത്തുന്നത്. അത് കേൾക്കുമ്പോൾ വിസ്മയം ഉണ്ടാകുന്നുണ്ട് ശിമയോനും കൂട്ടർക്കും. എങ്കിലും അവർ അധ്വാനത്തിന്റെ ക്ഷീണത്തിലാണ്. അങ്ങനെ വല നന്നാക്കിക്കൊണ്ടിരുന്ന അവർ ഈ വചനം കേൾക്കുന്നുണ്ട്. ആ വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ യേശു അവരോട് പറയുന്നു, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ലൂക്കാ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ യേശു ഇപ്രകാരം പറയുമ്പോൾ ശിഷ്യന്മാർ വിസ്മയിക്കുന്നുണ്ട്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ്. ഒന്നും കിട്ടാത്തത് കൊണ്ട് ക്ഷീണിച്ച അവശരായവർ യേശുവിനോട് പറയുന്നു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ പത്രോസ് വലയിറക്കുന്നു. വലയിറക്കുമ്പോൾ വല നിറയെ മത്സ്യം കിട്ടുന്നു. വള്ളങ്ങളിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ മത്സ്യം കിട്ടിക്കഴിയുമ്പോൾ വിശുദ്ധ പത്രോസ് യേശുവിന്റെ മുമ്പിൽ പ്രണമിക്കുന്നുണ്ട്. കർത്താവെ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. യഹൂദരുടെ പ്രാഥമിക വിശ്വാസം അനുസരിച്ച് ദൈവത്തെ കാണുക എന്നുള്ളത് ചേർന്ന പ്രവൃത്തിയല്ല. അല്ലെങ്കിലും അനുതാപം ഉണ്ടാകുമ്പോൾ നാം ദൈവം നമ്മുടെ കൂടെ ഉള്ളത് ഓർക്കുമ്പോൾ നമുക്ക് വ്യാകുലം ഉണ്ടാവും. അത് പറയുന്ന വിശുദ്ധ പത്രോസ് എന്നെ അനുഗമിക്കുക എന്ന ക്രിസ്തുവിന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാം ഉപേക്ഷിച്ച്, കിട്ടിയ മത്സ്യമൊക്കെ ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുന്നു. അങ്ങനെയാണ് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, വിശുദ്ധ പത്രോസ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുണ്ട്. ദൈവിക പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. ആ ദൈവിക പ്രചോദനത്തിൽ നിന്നാണ് പറയുന്നത്, കർത്താവെ, ഞാൻ പാപിയാണ്, നീ ദൈവമാണ്, ഞാൻ പാപിയാണ്, നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്. ആ തിരിച്ചറിവുണ്ടാകുന്നു. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഭൗതികതയെ കൈവിട്ടിട്ടാണ്. നേടിയതൊക്കെ കൈവിട്ടിട്ട്, കിട്ടിയതൊക്കെ കൈവിട്ടിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ ആത്മബലമുണ്ടാകുന്നത് ദൈവിക പ്രചോദനത്തിലാണ്. പക്ഷെ ഇത് നിരന്തരമായി വിശുദ്ധ പത്രോസിൽ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ ദൈവിക പ്രചോദനം പലപ്പോഴും നഷ്ടപ്പെട്ട് പിന്തിരിഞ്ഞോടാൻ വ്യഗ്രത കാണിക്കുന്ന ഒരാൾ കൂടിയാണ് ശിമയോൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ അന്ത്രയോസ് വിശുദ്ധ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു അവനെ വിളിക്കുന്നുണ്ട്, ശിമയോനെ, നിന്നെ ഞാൻ കേപ്പ എന്ന് വിളിക്കും, പാറ എന്ന് വിളിക്കും. ശിമയോൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചഞ്ചലചിത്തനാണ്. ആ ചഞ്ചലിപ്പിൽ നിന്ന് കേപ്പയിലേക്ക്, വിശ്വാസത്തിന്റെ ദൃഢതയിലേക്ക് നിന്നെ ഉയർത്തും, ഞാൻ വിളിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അധ്വാനിക്കുന്ന വ്യഗ്രതകൾക്കിടയിലായിരിക്കുമ്പോഴും അതേപോലെ തന്നെ അധ്വാനം മൂലം നമുക്ക് ഫലപ്രാപ്തി ഇല്ലാതായി പോകുന്ന നിരാശയുടെ ഘട്ടങ്ങളിലും ദൈവം നമ്മെ വിളിക്കുന്നുണ്ട് തന്റെ ശുശ്രൂഷയ്ക്കായി. ഈ 2 സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് എന്നാണ് വചനം ഇവിടെ ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം നമ്മുടെ ചഞ്ചലമായ പ്രകൃതിയിൽ നിന്ന് വിശ്വാസത്തിന്റെ ദൃഢതയിലേക്ക് അവിടെ നമ്മെ വിളിക്കുന്നു. രാത്രികാലത്ത് കിട്ടാതെ പോയി മീൻ പകൽ കിട്ടുക എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിനകത്ത് ഒരടയാളം കാണാൻ വിശുദ്ധ പത്രോസിന് കഴിയുന്നുണ്ട്. അത് ദൈവികമായ അടയാളമാണ്. ആ അടയാളം തിരിച്ചറിയാൻ പത്രോസിന് കഴിയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലോ അധ്വാന വേളകളിലോ ദൈവത്തിന്റെ അടയാളങ്ങൾ ദർശിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത്ഭുതങ്ങൾ തേടിയാണ് നമ്മുടെ യാത്രകളൊക്കെ. ആ അത്ഭുതങ്ങളിൽ എത്തിച്ചേർന്നാൽ പോലും
ഈ അടയാളമായിട്ട് അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. ജീവിതത്തിൽ ഓരോ നിമിഷവും നാം നയിക്കുന്ന ജീവിതത്തിന്റെ ഓരോ പടവുകളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതം തന്നെയാണ്. പ്രതീക്ഷകൾ പോലെ അല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. ജീവിതം തന്നെ ഒഴുകുന്നത് നാം പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല. അപ്രകാരം നാം കരുതാത്ത രീതിയിൽ ജീവിതം പുരോഗമിക്കുമ്പോൾ, ജീവിതം ഒഴുകുമ്പോൾ അതിൻ്റെ അകത്ത് ക്രിസ്തു നമുക്ക് നൽകുന്ന അടയാളങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കാൻ നമ്മെ തടസ്സപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയണം. യോഹന്നാൻ സുവിശേഷത്തിൽ 5 അപ്പം 5000 പേർക്കായി വിഭജിച്ചു കൊടുത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു കഫർനാമിലേക്ക് പോവാണ്. കഫർനാമിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരാണ് പോകുന്നത്, യേശു കൂടെ പോകുന്നില്ല. കഫർനാമിലെത്തുമ്പോൾ യേശുവിനെ കാണുന്ന ജനം ചോദിക്കുന്നുണ്ട്, റബ്ബി അങ്ങ് എപ്പോഴും ഇവിടെ എത്തി? അങ്ങ് വഞ്ചിയിൽ കയറിയിരുന്നില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞവരാകാം അപ്രകാരം ചോദിക്കുന്നത്. യേശു പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അടയാളം കണ്ടതുകൊണ്ടല്ല കഫർനാം വരെ വന്ന് എന്നെ കാണാൻ നിങ്ങൾ തയ്യാറാകുന്നത്. ഈ 5 അപ്പം കൊണ്ട് തൃപ്തരായത് ഓർത്തിട്ടാണ്. നമ്മളും സ്വഭാവേന നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അടയാളങ്ങളെ കണ്ടുകൊണ്ടല്ല ക്രിസ്തുവിനെ പിൻചൊല്ലുന്നത്. അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ച് എൻ്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താവുന്ന, എൻ്റെ ഈ നശ്വരമായ പ്രകൃതിക്ക് ആഹാരമാകുന്ന എന്തെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷയാണ് നമ്മെ പലപ്പോഴും ക്രിസ്തുവിലേക്ക് നയിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഈ വചനം കഠിനമാണ്. ഇത് ആർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ച് ക്രിസ്തു പറഞ്ഞ ജീവന്റെ അപ്പത്തിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ കഴിയും. എല്ലാവരും യേശുവിനെ വിട്ടുപോകുന്നു. ഈ വചനം ചോദിക്കുന്നു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? വിശുദ്ധ പത്രോസ് അതിനുത്തരമായി പറയുന്നത്, നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണല്ലോ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവിടെ ഈ അടയാളം തിരിച്ചറിയുന്ന പത്രോസ് തന്റെ ജീവിതത്തിന് നിയന്താവായിട്ട്, തന്റെ രക്ഷകനും നാഥനുമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുകയും വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ചഞ്ചല പ്രകൃതിയുടെ ഒരു ഭാഗമാണിത്. ദൈവിക പ്രേരണയ്ക്ക് വിശുദ്ധ പത്രോസ് വിധേയനാവുന്നു. നാമും പലപ്പോഴും ക്രിസ്തുവിനെ ജീവിതത്തിന്റെ വഴിയിൽ അത്ഭുതങ്ങളിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ നീ ദൈവമാണ്, പരിശുദ്ധനാണെന്ന് ഏറ്റുപറയാൻ തയ്യാറാവുന്നുണ്ട്. ഒപ്പം നിത്യജീവന്റെ വചസ്സാണ് അവനെന്ന് വിശ്വസിച്ച് അവനെ അനുഗമിക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് നാം പരിശോധിക്കേണ്ടത്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് വീണ്ടും വിശുദ്ധ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും ഒപ്പം തന്നെ ചഞ്ചലിപ്പും നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെച്ച് യേശു ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ മറുപടി പറയുന്നു. ചിലർ സ്നാപകൻ എന്ന് പറയുന്നുണ്ട്, ചിലർ എലിയ എന്ന് പറയുന്നുണ്ട്, ചിലര് ജെറമിയ എന്നും മറ്റു ചില പ്രവാചകന്മാരെന്നും പറയുന്നുണ്ട്. യേശു വീണ്ടും ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ പലപ്പോഴും മത്തായി അങ്ങനെ പറഞ്ഞു, മർക്കോസ് അങ്ങനെ പറഞ്ഞു, ലൂക്ക അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നവരാണ്. നീ എന്ത് പറയുന്നു എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം ശിഷ്യന്മാരുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അവർ തിരിച്ചു പറയുന്നുണ്ട്, നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നു. പത്രോസ് ഈ വിശ്വാസം ഏറ്റുപറയുന്നത് ദൈവിക പ്രേരണയാലാണെന്ന്, മാംസരക്തങ്ങളാലല്ലെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പത്രോസെ, നീ പറഞ്ഞത് നിന്റെ വാക്കുകളല്ല, ഒരു ദൈവിക പ്രേരണയാണ്. എന്റെ പിതാവ് തന്നെയാണ് നിനക്കിത് വെളിപ്പെടുത്തി തരുന്നത്. വിശുദ്ധ പത്രോസിനോട് എന്നിട്ട് പറയുന്നു, നിന്നെ ഞാൻ ഇനി കേപ്പ എന്ന് വിളിക്കും. പത്രോസെ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുകൾ നിന്നെ ഏൽപ്പിക്കുന്നുവെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസമേറ്റ് പറയുമ്പോൾ പറയുന്ന ക്രിസ്തുവിനെ ഏതാനും നിമിഷങ്ങൾക്കകം തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വിശുദ്ധ പത്രോസ് മാറുന്നുണ്ട്. രാജാവും രക്ഷകനുമായ ഒരുവനെ സംശയിക്കുന്ന നിലയിലേക്ക് വിശുദ്ധ പത്രോസ് പതറിപ്പോകുന്നുണ്ട്. കുറച്ച് മുൻപോട്ട് നടക്കുമ്പോൾ യേശു തന്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും പറയും. പീഡാനുഭവം എന്ന് കേൾക്കുമ്പോൾ ആ പീഡാനുഭവത്തിന്റെ വേദനയിൽ കുടുങ്ങിപ്പോകുന്ന പത്രോസ് പറയുന്നുണ്ട്, നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് വഴിമാറിപ്പോകാം. ദൈവം കാരുണ്യം കാണിക്കട്ടെ, നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പറയുക വരുന്ന ശിഷ്യന്മാർ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി യേശു പത്രോസിനോട് പറയുന്നു, നിന്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. സാത്താനെ, പിന്നിൽ പോവുക. ജീവിതത്തിൽ പ്രലോഭനമായി വരാവുന്നത് സഹനങ്ങൾക്കെതിരായ ഈ പ്രതിരോധ മാർഗങ്ങളാണെന്ന് തിരിച്ചറിയുന്ന യേശു വിശുദ്ധ പത്രോസിനെ ശാസിക്കുന്നുണ്ട്. അല്പനേരം കൊണ്ട് മാനുഷികതയുടെ പ്രലോഭനം പത്രോസിനെ മൂടുന്നത് നമുക്ക് കാണാം. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോഴും ഈ 2 ഭാഗവും എപ്പോഴും നമ്മിലുണ്ടാകും. വിശ്വാസം ഏറ്റുപറയുന്ന ഒരു മനോഭാവം ഉണ്ടാകും. ഉടനെ തന്നെ ഈ ജീവിതത്തിലെ ക്ലേശങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ, രക്ഷപ്പെടാൻ ഉള്ള ഒരു വ്യഗ്രതയും നമ്മെ പിടികൂടും. സാധാരണഗതിയിൽ ഈ വ്യഗ്രതയാണ് പലപ്പോഴും വിജയം പ്രാപിക്കുക. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പുരോഗമിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 17-ാം അധ്യായത്തിൽ രൂപാന്തരീകരണ ഘട്ടത്തിലും വിശുദ്ധ പത്രോസിൽ നിന്ന് ഈ മാനുഷിക പ്രകൃതിയുടെ പ്രചോദനം വരുന്നതായിട്ട് നമുക്ക് കാണാം. യേശു രൂപാന്തരപ്പെടുകയും മോശയും ഏലിയായോടും കൂടെ സംസാരിക്കുന്നതായിട്ടും ശിഷ്യന്മാർ കാണണം. അങ്ങനെ കാണുമ്പോൾ അവർ ഭയപ്പെടുന്നുണ്ട്. തിരികെ പോരുന്ന വേളയിൽ യേശുവിനോട് അവർ പറയുന്നു,
3 കൂടാരങ്ങൾ നിനക്കുണ്ടാക്കാം. വിശുദ്ധ പത്രോസ് താൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് പറയുന്നത്, നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് ഏലിയാക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് നിനക്ക്. സാധാരണഗതി വായിക്കുമ്പോൾ ഒരു വെപ്രാളം കൊണ്ട് പത്രോസ് പറഞ്ഞൊരു കാര്യമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കി പോരുന്നത്. വാസ്തവത്തിൽ വളരെ വ്യക്തമായ ജീവിത വീക്ഷണം അതിന്റെ പുറകിലുണ്ട്. പഴയ നിയമത്തെ കൈവിടാതെ മോശയെയും നിയമത്തെയും പ്രവാചകന്മാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നെയും കൂടി ചേർത്ത് ഞങ്ങൾ വിശ്വസിക്കാം. ഇങ്ങനെയൊരു വിശ്വാസത്തെ നമുക്ക് ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കി പാർക്കാം എന്നാണ് അവിടെ വിശുദ്ധ പത്രോസ് പറയുക. നിനക്കും മോശയ്ക്കും ഏലിയായ്ക്കും കൂടാരമുള്ളൊരിടം. അങ്ങനെ ഒരു വിശ്വാസമാണ് വിശുദ്ധ പത്രോസ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അതിന് മാനുഷിക ബുദ്ധിയുടെ പ്രവർത്തനം കൂടി നമുക്ക് കാണാൻ പറ്റും. പഴയതൊന്നും കൈവിടാതെ പുതിയതും കൂടി ചേർത്ത് വെച്ച് ഒന്നിച്ചു പോയാൽ പോരെ. പലപ്പോഴും സുവിശേഷ പ്രഘോഷണ മേഖലയിൽ നാം ഈ മോശയെയും ഏലിയായും കൂട്ടിപ്പിടിച്ച് ക്രിസ്തുവിനെ ഒപ്പം ചേർത്ത് വെച്ച് ഒരു പുതിയ തരത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തെ പ്രമാണിക്കുന്ന സുവിശേഷ പ്രഘോഷണ രീതിയുടെ ഒരു ആദ്യ ഭാഗമായിട്ട് വിശുദ്ധ പത്രോസിന്റെ ഈ വാക്കുകളെ നമുക്ക് കാണാം. അങ്ങനെ അവർ തിരിച്ചു പോരുമ്പോൾ ആകാശം മേഘാവൃതമാവുന്നു, മലയിൽ മേഘം വന്ന് മൂടിയതുപോലെ, ദൈവിക അരുളപ്പാടുകൾ ഉണ്ടാവുമ്പോൾ കാർമേഘം വന്ന് നിറഞ്ഞതുപോലെ അങ്ങനെ മേഘം നിറഞ്ഞിട്ട് അതിൽ നിന്ന് പിതാവ് സംസാരിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് കേൾക്കുവിൻ. അത് നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾ പഴയ നിയമത്തെയും പ്രവാചകന്മാരെയും അല്ല കേൾക്കേണ്ടത്, നിങ്ങൾ കേൾക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, യേശുവിനെ സ്വീകരിക്കുന്നവരാണ്. അതോടൊപ്പം പഴയ നിയമത്തെയും പ്രവാചകന്മാരെയും പാലിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമുക്ക് ഉചിതമെന്ന് പലപ്പോഴും നമ്മുടെ പ്രഘോഷണ വേദികളിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ ദൈവപിതാവ് പറയുകയാണ്, ഇവനിലാണ് ഞാൻ പ്രസാദിച്ചിരിക്കുന്നത്, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കുകൾ കേൾക്കുവിൻ. യേശുക്രിസ്തുവിന്റെ വാക്കുകളെയാണ് നമ്മൾ പിൻചൊല്ലേണ്ടതെന്ന് വിശുദ്ധ പത്രോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്, അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ആന്തരിക പ്രലോഭനം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിത സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താൻ നാം പലപ്പോഴും പഴയ നിയമത്തെ ആശ്രയിക്കുന്നതും പ്രവാചക വചസ്സുകളെ ആശ്രയിക്കുന്നതും നമുക്ക് കാണാം. പ്രവാചക വചസ്സുകളുടെ പൂർത്തീകരണമായ, നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലേക്ക് നോക്കാനും ക്രിസ്തുവിൽ ജീവിതത്തെ കാണാനും ക്രിസ്തുവാണ് ജീവിതത്തിലെ സമസ്യകളുടെ ഉത്തരവും തിരിച്ചറിയാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ പത്രോസിനുണ്ടായ അതേ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ വഴികൾ പതറിപ്പോകാൻ ഇടയാകരുത്, അവനെയാണ് പിൻചൊല്ലേണ്ടത്, അവന്റെ വാക്ക് കേൾക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് വചനം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വിശ്വാസത്തിൽ ചഞ്ചലിപ്പില്ലാതെ നിലനിൽക്കുന്നവരാണെന്നും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകരുതെന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ട് എൻ്റെ വികാരിയച്ഛനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരിക്കൽ നീ ദൈവമില്ലെന്ന് പറഞ്ഞു, ഇപ്പോഴുണ്ടെന്ന് പറയുന്നു, ഇനിയും നീ ഇല്ലെന്ന് പറയുമോ. ഇപ്പോഴും എന്നെ വേദനപ്പെടുത്തുന്ന, എന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, എന്നെ നിരന്തരം ശല്യം ചെയ്യുന്ന വാക്കുകളാണ് അബ്രഹാം പൂച്ചക്കാട്ടച്ചൻ പറഞ്ഞത്. ഒരിക്കൽ ദൈവമില്ലെന്ന് നീ പറഞ്ഞു, ഇപ്പോൾ നീ ദൈവം ഉണ്ടെന്ന് പറയുന്നു, നാളെ ഇല്ലെന്ന് പറയുമോ. നാളെ അവൻ ഇല്ലെന്ന് ഞാൻ പറയുമോ എന്നൊരു ഭയം എനിക്കെപ്പോഴും ഉണ്ട്. ഞാൻ വീണു പോകുമോ എന്നൊരു ഭയം. ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുമ്പോഴും ആശ്രയിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നൊരു വാക്കായിട്ട് അതെപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മളൊരു ചഞ്ചലിപ്പുണ്ട്. ദൈവികമായ പ്രേരണകളെ തള്ളിക്കളഞ്ഞ് മാനുഷികതര പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടാനുള്ള ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സാധ്യത നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോയാൽ നാം പോലും അറിയാതെയായിരിക്കും നാം ക്രിസ്തുവിനെ തള്ളിപ്പറയുക. വിശുദ്ധ പത്രോസ് ഒരിക്കലും കരുതിയിട്ടില്ല താൻ യേശുവിനെ തള്ളിപ്പറയുമെന്ന്. സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് ദൈവിക വെളിപാടുണ്ടായ ആളാണ് വിശുദ്ധ പത്രോസ്. തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ജീവിതകാലം മുഴുവൻ കഴിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തന്നെ ധാരണയുണ്ട്. എന്നിട്ടും വിശുദ്ധ പത്രോസിന് കാലിടറുന്നു. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 31-ാം തിരുവചനത്തിൽ യേശു അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പലരും എന്നിൽ ഇടറും, നിങ്ങൾ എന്നെ തള്ളിപ്പറയും, നിങ്ങളിൽ നിന്ന് ഓടി അകലുമെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. അത് കേൾക്കുമ്പോൾ വിശുദ്ധ പത്രോസിന് സഹിക്കാനാവുന്നില്ല. അദ്ദേഹം പറയുന്നു, ആരൊക്കെ നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല, ജീവൻ തന്നെ പോയാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. അങ്ങനെ പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകത്ത് വിശുദ്ധ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നുണ്ട്. കോടതി വരാന്തയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തണുക്കുന്നു. തന്റെ ജീവനും നാഥനുമായവൻ അകത്ത് ചോദ്യം ചെയ്യപ്പെടുകയാണ്, കുറ്റം വിധിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോഴും വിശുദ്ധ പത്രോസിന് തണുക്കുന്നു. അതുകൊണ്ട് അവൻ തീ കായാൻ പോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ICUവിലുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ അയാൾ ICUവിലായിരിക്കുമ്പോൾ പുറത്തിരിക്കുന്ന നമുക്ക് ഉറക്കം വരൂ? പുറത്തിരിക്കുന്ന നമുക്ക് തണുപ്പേൽപ്പോ? കൊതുകടിക്ക് നമ്മൾ അറിയൂ? കാരണം നമ്മുടെ പ്രാണന്റെ പ്രാണൻ അകത്താണ്. തന്റെ ജീവന്റെ നാഥനാണ് എന്നേറ്റു പറഞ്ഞ ഒരുവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനായി ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധ പത്രോസിന് തണുക്കുന്നു വന്നാൽ
അതിനർത്ഥം വിശുദ്ധ പത്രോസിന്റെ ഉള്ളിലെ വിശ്വാസവും സ്നേഹവും തണുത്തുറഞ്ഞുപോയി. അങ്ങനെ തണുത്തുറഞ്ഞു പോകുമ്പോഴാണ്, സ്നേഹം ഉറയുമ്പോഴാണ് പ്രലോഭനങ്ങൾക്ക് നാം വിധേയപ്പെടുക. വിശ്വാസം നമ്മിൽ നിന്ന് ക്ഷയിക്കുമ്പോഴാണ്, സ്നേഹം തണുത്തുറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലോകപ്രലോഭനങ്ങൾ ഉണ്ടാകുക എന്നൊരു കാര്യം വചനം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പത്രോസ് ഈ തണുപ്പ് മാറാൻ തീ കായാനിട്ട് പോകുന്നു, ലോകസുഖങ്ങളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് പരിചാരിക ചോദിക്കുന്നുണ്ട്, നീ അവന്റെ ശിഷ്യനാണോ? അത് കേൾക്കുമ്പോൾ അവനെ അറിയില്ലെന്ന് ആണയിട്ട് പറഞ്ഞ് വിശുദ്ധ പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ സുഖഭോഗങ്ങളെയും ലോക താല്പര്യങ്ങളെയും അന്വേഷിച്ചു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്, ക്രിസ്തു എന്റെ നാഥനല്ലെന്ന്, അവനെ അറിയില്ലെന്ന്, അവനുമായൊരു ബന്ധവുമില്ലെന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നുണ്ട്. പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്നൊക്കെ അഭിമാനിക്കുമ്പോഴും വിശ്വാസിയാണെന്ന് അനുഷ്ഠാനങ്ങൾ കൊണ്ട് തെളിയിക്കാൻ നാം ശ്രമിക്കുമ്പോഴും ജീവിത വ്യവഹാരങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന നിരവധിയിടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകുന്നുണ്ട്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. യേശു ഉദ്ധിതനായതിനു ശേഷം വിശുദ്ധ പത്രോസ് കൂടെയുള്ള ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. അത് കേൾക്കുന്ന ശിഷ്യന്മാരും കൂടെ പോകുന്നു. അങ്ങനെ അവർ മീൻ പിടിക്കാൻ പോയി. മീനൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോൾ യേശു കടൽ തീരത്ത് ചെല്ലുന്നുണ്ട്. തിബേരിയസ് കടപ്പുറത്ത് ചെന്നിട്ട് അവിടെ നിന്ന് അവർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ? കിട്ടിയില്ലെന്ന് പറയുമ്പോൾ യേശു അവരോട് പറയുന്ന, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആദ്യം പറഞ്ഞ വാക്കാണ്. ആദ്യം മീൻ പിടിക്കാൻ പോയ പത്രോസ് വീണ്ടും മനുഷ്യരെ പിടിക്കുന്നത് വിട്ട് മീൻ പിടിക്കാൻ പോയി. മീൻ കിട്ടാതെ വീണ്ടും പഴയ നിലയിൽ നിൽക്കുകയാണ്. യേശു വീണ്ടും വിളിക്കുന്നു പത്രോസിനെ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അങ്ങനെ വലയിറക്കുമ്പോൾ അവർക്ക് മത്സ്യം കിട്ടുന്നുണ്ട്. ആ മത്സ്യവും ചുട്ട അപ്പവും കൂട്ടി അവർക്ക് വിരുന്നൊരുക്കി യേശു അവരെ വീണ്ടും വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന വിശ്വാസത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ഈ സംഭവത്തെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് അനുതാപത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. വിശുദ്ധ പത്രോസി തള്ളിപ്പറയലുകൾക്ക് ശേഷം നിരന്തരമായി കരഞ്ഞിരുന്നു. കരഞ്ഞ് കവിളിലൂടെ 2 നീർച്ചാലുകൾ ഒഴുകി 2 ചാലുകൾ കവിളിൽ കീറിയെന്നാണ് പറയുക. അനുതാപം കേവലം കണ്ണീര് മാത്രമൊന്നുമല്ല, ഹൃദയത്തിന് ചൂടുണ്ടാകലാണ്, ഹൃദയം വ്യഥ അനുഭവിക്കലാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആർദ്രമാകുന്ന ഹൃദയം എപ്പോഴും വേദനിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ പുൽകാൻ കഴിയാതെ പോകുന്ന ഒരു നിമിഷങ്ങളെ പ്രതി. അങ്ങനെയുള്ള പത്രോസിനോടാണ് യേശു ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മോടൊക്കെ നിരന്തരം ക്രിസ്തു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓരോ ജീവിത പ്രലോഭനങ്ങളുടെ മധ്യേയും ഓരോ ജീവിത സാഹചര്യത്തിലും ലോകത്തിലേക്ക് നാം തിരിയുമ്പോഴൊക്കെ ക്രിസ്തു നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നാം പറയും സ്നേഹിക്കുന്നു. എന്നിട്ട് ആമേൻ പറഞ്ഞ് നാം എളുപ്പത്തിൽ തടിയൂരാൻ ശ്രമിക്കും. വാസ്തവത്തിൽ ക്രിസ്തു നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം തന്നെ ഒന്ന് നോക്കാനാണ്. 3-ാം തവണ യേശു ചോദിക്കുമ്പോൾ വിശുദ്ധ പത്രോസ് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എല്ലാം നീ അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. അത് നിനക്കേ അറിഞ്ഞുകൂടൂ, എനിക്ക് തന്നെ അറിയില്ല. നമ്മുടെ വിശ്വാസം എത്രത്തോളം ബലവത്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. നാം പതറിപ്പോയേക്കാം. പക്ഷെ അനുതാപമുള്ള ഹൃദയം ഉണ്ടാവുമ്പോൾ, ജീവിതത്തിൽ മുഴുവൻ ക്രിസ്തുവിനെ പ്രതി ജീവൻ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ, അകത്തേക്ക് തിരിഞ്ഞ് ഉള്ളിലുള്ള കുറവിനെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നാം ക്രിസ്തു മാർഗത്തിലാകും. അങ്ങനെ അകത്തേക്ക് തിരിഞ്ഞ പത്രോസിനോട് യേശു പറയുന്നത് എന്താണ്? നിന്നെ ഞാൻ ഈ സഭയുടെ നാഥനാക്കുന്നു. സംഭവിക്കാനിരിക്കുന്ന മരണത്തെ കൂടി ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ ബലമുണ്ടാകുന്നത് അകത്തേക്ക് നോക്കുമ്പോഴാണ്, അനുതാപിയാകുമ്പോഴാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവിക പ്രചോദനങ്ങളെ സ്വീകരിക്കാതെ മാനുഷികതയുടെ തലത്തിൽ പലപ്പോഴും വീണുപോയവരാണ് നാം. ഈ മാനുഷികതയുടെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ടു പോയ നിമിഷങ്ങളെക്കുറിച്ച് ഹൃദയം അനുദപിക്കുമ്പോഴും അകത്തേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ മുഖത്ത് നോക്കി, നീ എല്ലാം അറിയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറയാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ അനുതാപത്തിന്റെ ജീവിതം വിശ്വാസത്തിന്റെ പുരോഗമന മാർഗത്തിൽ നമ്മെ നയിക്കുക. വിശുദ്ധ പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇക്കാര്യമാണ്. യേശു നേരിട്ട് വിളിച്ച ആളല്ല വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസിനെ നമ്മൾ ആദ്യം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിലാണ്. സ്തെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് ക്രിസ്തുവിന്റെ ശിഷ്യരെ പീഡിപ്പിക്കാനായി പരിശ്രമിക്കുന്ന യഹൂദ വിഭാഗത്തിന്റെ പങ്കുകാരിൽ ഒരാളാണ് വിശുദ്ധ പൗലോസ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കരഞ്ഞിട്ട്, യേശുവെ, ഈ രക്തത്തിന് ഇവരുടെ മേൽ നീ കുറ്റം ആരോപിക്കരുതേ എന്ന് പറയുമ്പോൾ, അവർക്ക് വേണ്ടി ക്ഷമയാചിച്ച് മരിക്കുമ്പോൾ കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളാണ് വിശുദ്ധ പൗലോസ്. ജീവിതത്തിൽ എവിടെയും കണ്ടുമുട്ടാത്തൊരു മുഖമാണ് സ്തെഫാനോസിൽ വിശുദ്ധ പൗലോസ് കാണുന്നത്. അപ്പോഴും ക്രിസ്ത്യന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി വീടുകൾ കയറി ശിഷ്യന്മാരെ വലിച്ചിറക്കിക്കൊണ്ടുവന്ന് കൊന്നുകളയുന്ന പ്രവൃത്തിയിലായിരുന്നു വിശുദ്ധ പൗലോസ്. തുടർന്ന് ദമാസ്കസിലേക്ക് പോകുന്നത് വേറെ ഒന്നിനുമല്ല,
അവിടെയുള്ള ക്രിസ്തു ശിഷ്യരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള അധികാരപത്രവുമായിട്ട് പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് യേശു അവനെ തടഞ്ഞു നിർത്തുന്നത്. ഒരു ഇടിമിന്നലേറ്റാണ് വിശുദ്ധ പൗലോസ് താഴെ വീഴുന്നത്. താഴെ വീഴുന്ന സാവൂൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? എന്നെ അടിച്ചിട്ടവൻ ആരാണ്? ഇത്ര ബലവാനായവൻ? യേശു അവനോട് പറയുന്നു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. വിശുദ്ധ പൗലോസിന്റെ ഉള്ളിലൂടെ എന്തൊക്കെ മിന്നിമാഞ്ഞിട്ടുണ്ടാവും. കുറച്ചു നാൾ മുമ്പ് സ്വർഗത്തിലേക്ക് കരമുയർത്തി കല്ലേറ് കൊള്ളുമ്പോൾ എറിഞ്ഞു കൊല്ലുന്നവർക്ക് വേണ്ടി മാപ്പപേക്ഷിച്ച ഒരുവന്റെ വേദന നിറഞ്ഞ വാക്കുകൾ വിശുദ്ധ പൗലോസിന്റെ ഹൃദയത്തിൽ ഇടിമുഴക്കമായി പതിച്ചിട്ടുണ്ടാകണം. യേശു പറയുന്നു, ഇരുമ്പാണിമേൽ തൊഴിക്കരുത്, അത് നിനക്ക് അപകടമാണ്. നീ ആർക്കെതിരാണെന്ന് നീ അറിയുന്നില്ല. പൗലോസ് അന്ധനായി പോയി. അതിനർത്ഥം അന്നുവരെ താൻ പരിചയിച്ചതൊക്കെ മറന്നുപോയി. താൻ നടന്ന വഴി മറന്നുപോയി. താൻ അഭ്യസിച്ച നിയമം മറന്നുപോയി. ഒന്നിനും തന്നെ രക്ഷിക്കാനാവില്ലെന്ന ബോധ്യം വിശുദ്ധ പൗലോസിനെ മൂടി, അന്ധകാരം മൂടി. എന്നിട്ടാണ് സാവൂൾ വിശുദ്ധ പൗലോസായിട്ട് മാറുന്നത്. പൗലോസായിട്ട് മാറുമ്പോൾ പിന്നീടുള്ള തന്റെ ജീവിതത്തിൽ കൊല്ലാനായി നടന്നവൻ മരിക്കാനായി നടക്കുന്നവനായി മാറുന്ന തീഷ്ണത നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ പൗലോസ് നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് അപരവിദ്വേഷത്തിന്റെ നരകത്തിയിൽ നിന്ന് ആത്മാർപ്പണത്തിന്റെ അഗ്നിയിലേക്ക് സ്വയം എടുത്തു ചാടുന്നൊരുവനെയാണ്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും വിദ്വേഷത്തിലും വെറുപ്പിലും അസ്വസ്ഥതയിലൊക്കെ ആയി പോകാറുണ്ട്. പകരം സ്നേഹത്തിന്റെ തീഷ്ണത ഹൃദയത്തെ എരിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കും. പൗലോസിന്റെ ജീവിതം അന്നുവരെ പരിചയിച്ചതിനൊക്കെ എതിരായിട്ട് മാറുകയാണ്. കൊല്ലാൻ നടന്നവൻ കൊല്ലപ്പെടാനായി നടക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിലൂടെ പീഡയേൽക്കുകയാണ്. യേശു തന്നെ വിളിച്ചു എന്ന അറിവിൽ നിന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് കൊറിന്ത്യർ ലേഖനത്തിൽ, ഞങ്ങളിപ്പോൾ ചപ്പും ചവറും പോലെയും എല്ലാറ്റിന്റെയും ഉച്ഛിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. സമസ്തവും ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കാൻ ഹൃദയം ഉണർന്ന ഒരുവനെയാണ് പൗലോസ് നമുക്ക് കാണാൻ പറ്റുക. തീഷ്ണമതിയായ ഒരാളെ, ക്രിസ്തു വിശ്വാസികളെ കോപാക്രാന്തരായി കൊല്ലാനായി അലറി നടന്ന ഒരാൾ തീഷ്ണത കൊണ്ട് ജ്വലിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിപ്പോരുമ്പോൾ സമസ്തവും ഉച്ഛിഷ്ടമായി കരുതുകയാണ്. അതുകൊണ്ട് ഇന്നലെ വരെ ഞാൻ പ്രധാനമായി കണ്ടതൊക്കെ ഉച്ഛിഷ്ടമായി ഞാൻ കരുതുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയും. 2 കൊറിന്ത്യർ ലേഖനത്തിൽ 11:23 വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, കാരാഗ്രഹവാസത്തെക്കുറിച്ച്, കപ്പലപകടങ്ങളെക്കുറിച്ച്, നേരിട്ട പ്രതികൂലങ്ങളെക്കുറിച്ച്, ആക്രമണങ്ങളെക്കുറിച്ച്, കൊള്ളക്കാരുടെ കയ്യിലകപ്പെട്ടതിനെക്കുറിച്ച്, പലപ്പോഴും കടലിൽ ഒഴുകി നടന്നതിനെക്കുറിച്ച്, ജീവിതം നേരിട്ട കഷ്ടതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ പിൻചെന്നപ്പോൾ കഷ്ടതകളെ നിരന്തരമായി നേരിടുകയാണ് പൗലോസ്. കല്ലെറിയപ്പെടുന്നുണ്ട്, ചമ്മട്ടുകളാൽ അടിക്കപ്പെടുന്നുണ്ട്, വടിയാൽ അടിക്കപ്പെടുന്നുണ്ട്, സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്, പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്നുണ്ട്, ജാഗരണത്തിലാകുന്നുണ്ട്, കഷ്ടതയും വിശപ്പുമൊക്കെ നിരന്തരമായി സഹിച്ചുകൊണ്ട് സഹനം വഴിയുള്ള തീഷ്ണത ഹൃദയത്തിൽ പുലർത്തുകയും അത് പടർത്തുകയുമാണ് വിശുദ്ധ പൗലോസ്. തീജ്വാല പോലെ ജീവിതത്തിൽ ഉടനീളം വിശുദ്ധ പൗലോസ് മുന്നേറുന്നു. കഠിനാധ്വാനങ്ങളിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഒക്കെ വിശുദ്ധ പൗലോസ് നീറ്റപ്പെടുന്നുണ്ട്. അങ്ങനെ നീറ്റപ്പെടുന്നതൊക്കെ സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ടാണെന്ന് വിശുദ്ധ പൗലോസ് പറയും. സഹോദരർ വീണു പോകാതിരിക്കാൻ ക്രിസ്തു ശരീരമാകുന്ന സഭ നിലനിൽക്കാൻ വേണ്ടി ഉത്കണ്ഠപ്പെടുകയാണ്, വ്യാകുലപ്പെടുകയാണ് വിശുദ്ധ പൗലോസ്. തന്നെ മറന്ന്, തന്റെ ജീവിതത്തെ മറന്ന്, ജീവിതം മുഴുവൻ ക്രിസ്തുവാണെന്ന് പറയാൻ കഴിയുന്ന വിധം, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയാൻ കഴിയും വിധം വിശുദ്ധ പൗലോസിന്റെ തീക്ഷ്ണത വർദ്ധിക്കുന്നു. എത്രത്തോളം ക്രിസ്തു മാർഗത്തിൽ സ്വന്തം ജീവിതത്തെ അർപ്പിക്കുന്നുള്ള വിശുദ്ധ പൗലോസ് എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. സുവിശേഷത്തിന് പ്രതിഫലം സ്വീകരിക്കാതെ അധ്വാനിച്ച് ജീവിക്കുകയും മരണം മുന്നിലുണ്ടെന്ന് കാണുമ്പോഴും ഭയപ്പെടാതെ ആ മരണത്തിലേക്ക് എടുത്തു ചാടുകയും ജെറുസലേമിൽ തന്നെ കാത്തിരിക്കുന്ന വാളാണെന്നറിഞ്ഞിട്ടും അവിടേക്ക് പോകാൻ തയ്യാറാകുകയും ചെയ്യുന്ന വിശുദ്ധ പൗലോസ് ജീവിതത്തെ മുഴുവൻ വരച്ചു കാട്ടുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം തീഷ്ണതയുള്ളതാകണമെന്നാണ്. തീഷ്ണതയില്ലാത്തതൊക്കെ മരവിപ്പിലേക്ക് പോകും. വെളിപാട് പുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല, അതിനാൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് നിന്നെ തുപ്പിക്കളയും. ഓശാന ബൈബിളിലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുക, നിന്നെ ഞാൻ ഛർദ്ദിച്ച് കളയും. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപെടുത്തുമെന്ന് റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ 34-35 തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു. ജീവിതമുള്ളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തീഷ്ണതയിൽ മാന്യമുള്ളപ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്, സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് നാം അകന്നു പോകുന്നു, സുവിശേഷ ജീവിതത്തിൽ നിന്ന് നാം അകന്നു പോകുന്നു, ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതുകൊണ്ട് ഈ 2 മഹാവിശുദ്ധന്മാർ
നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ചിത്രം ഇതാണ്. ഒന്ന്, അനുതാപപൂർണമായിരിക്കുക, അനുതാപത്തിയിലെരിയുക. രണ്ട്, തീഷ്ണതയാൽ ജ്വലിക്കുക. അങ്ങനെ അനുതാപത്തിയിലെരിഞ്ഞ് തീഷ്ണതയിൽ ജ്വലിക്കുന്ന ക്രിസ്തുവിശ്വാസത്തിന്റെ അടയാളങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ആനുകാലിക ലോകത്ത് മതപീഡനങ്ങൾ ഒരളവ് വരെ കുറവുള്ളൊരു കാലത്താണ് നാം ഇന്ന് നമ്മെ സംബന്ധിച്ച്. എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ മതപീഡനം ഭംഗിയായി നടക്കുന്നുണ്ട്. ക്രിസ്തുശിഷ്യന്മാർ നിരവധി ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്, കൊലക്കത്തിക്കിരയാകുന്നുണ്ട്, ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുന്നുണ്ട്, വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുകയാണ് രാജ്യത്തെമ്പാടും. ലോകത്തെവിടെയായാലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ അടയാളമായി കാണാവുന്നത് ഇത്തരം പ്രതികൂലങ്ങളാണ്. അനുതാപിയായിരിക്കാനും തീഷ്ണതയിൽ ജ്വലിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നവരായി തീരാനും നമുക്കുള്ള വിളിയെയാണ് ഈ സാഹചര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിലാണ് എന്ന ബോധ്യത്തിൽ, അവന് വേണ്ടി അർപ്പിക്കാവുന്നതാണ് ബോധ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. കാര്യം കാണാനായി ദൈവത്തെ മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്നവർ, ദൈവത്തെ പിൻചൊല്ലുന്നു എന്ന് പറയുന്നവർ, കാര്യം നടക്കാൻ വേണ്ടി കുമ്പസാരിക്കുന്നവർ, കുമ്പസാരിച്ച് വചനം ഒക്കെ പാലിച്ച് ജീവിച്ചാൽ ജീവിതം സുഭഗമാകുമെന്ന് കരുതുന്നവർ വിശ്വാസ വഴിയിൽ നിന്ന് ഏറെ വ്യതിചലിച്ചു പോവുകയാണ്. അവരെക്കുറിച്ച് നാം ഉൾക്കൊള്ളപ്പെടേണ്ടതുണ്ട്. സഭയ്ക്കകത്ത് ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം സമ്പത്ത് കേന്ദ്രീകൃതമായ വിശ്വാസമാണെന്ന് തിരിച്ചറിയണം. സഭയിൽ സമ്പത്തിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. വിശ്വാസികൾക്കിടയിലും നേതൃത്വത്തിലും സമ്പത്ത് ഒരു പ്രധാന വിഷയമായിട്ട് മാറുന്നു. ക്രിസ്തു സ്നേഹത്തിലെരിഞ്ഞ് ജീവിതം അർപ്പിക്കാനുള്ള പ്രേരണ പലപ്പോഴും തിരസ്കരിക്കപ്പെടുകയും മാനുഷിക പ്രലോഭനങ്ങൾ കീഴടക്കുകയും ചെയ്യുന്നു. അനുതാപത്തിലെരിഞ്ഞ് സ്നേഹത്തിലെരിഞ്ഞ് ആ തീഷ്ണതയിൽ ലോകം മുഴുവനും സുവിശേഷമായി മാറാൻ നിങ്ങളെയും സഹായിക്കണമേ എന്ന് ഹൃദയപൂർവ്വം ഈ വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.